എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കിപ അവൻ ചുറ്റും നോക്കും, ആരെയും കാണാനുണ്ടാവില്ല. അപ്പൊ അവന്റെ തൊട്ടടുത്തേക്ക് ഇപ്പൊ ഷിനോ വരും. ഷിനോയെ കണ്ട സന്തോഷത്തില് അവൻ ഷിനോയുടെ അടുത്തേക്ക് വരും. അപ്പോഴായിരിക്കും അവൻ തിരിച്ചറിയുക അത് ഷിനോ അല്ല, മറിച്ച് വൈറ്റ് സെറ്റ്സുമാണ്. അങ്ങനെ ചാടി വന്ന് ഇപ്പൊ വൈറ്റ് സെറ്റ്സുവിനെ അവൻ തല്ലി തകർക്കും. മറ്റൊരു ഭാഗത്ത് നെജി അവനിപ്പോ അവന്റെ വ്യാഹു കണ്ണുവെച്ച് അവിടെ മുഴുവൻ ചെക്ക് ചെയ്യും. പക്ഷെ അവനെ കൊണ്ടും കറക്റ്റായിട്ട് വില്ലന്മാരെ ഇപ്പൊ കണ്ടുപിടിക്കാനാവില്ല. ബാറ്റിൽ ഫീൽഡ് കാണിക്കും. അവിടെ ഷിക്കമരു ആണെങ്കിൽ ഇപ്പൊ ഓരോ സർക്കിളൊക്കെ വരച്ച് ഷിനോബികളോട് എല്ലാവരോടും ഓരോ സർക്കിളില് നിൽക്കാനായിട്ട് പറയും. ആര് പുറത്തു വരുന്നോ തൽക്ഷണം അവരെ കൊല്ലും. അതുപോലെ തന്നെ മെഡിക്കൽ കാപ്പ് ടീമും അവരും ഓരോ സ്ഥലത്തു നിന്നും അനങ്ങാതെ അങ്ങനെ നിൽക്കും. യഥാർത്ഥ വില്ലൻ അവനെ കണ്ടുപിടിക്കാനാണ് അവരും കഷ്ടപ്പെട്ട് ശ്വാസമൊക്കെ വലിച്ചു പിടിച്ച് ഒരേ സ്ഥാനത്ത് അനങ്ങാതെ നിൽക്കുന്നേ. കട്ട് ചെയ്ത ഫ്യൂഡൽ ആർട്സിനെ സേഫ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്ഥലം കാണിക്കും. അവിടെ മിസ്ഗാഗ ആളാളുടെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റ്സുവിനോടൊപ്പം ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവൾ അറ്റാക്ക് ചെയ്യും തോറും ആ വൈറ്റ് സെറ്റ്സു അവൻ ഓരോ മരങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവളെ പ്രിവെന്റ് ചെയ്യും. ഇവിടെ സായി ആണെങ്കിൽ ഇപ്പൊ അവന്റെ പവർ ഉപയോഗിച്ച് സീലിംഗ് ജിപ്സു അത് ക്രിയേറ്റ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് ആ കെമിമാരു അവൻ ഒറ്റ സെക്കൻഡില് ഒരുപാട് ഷിനോബീസിനെ വെട്ടിയെറിയും. കട്ട് ചെയ്ത ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സില് ഒരു പ്രത്യേക ഇൻഫർമേഷൻ കിട്ടും. മാധുര അവന്റെ ടീമുമായിട്ട് ഇപ്പൊ നമ്മുടെ ബാറ്റിൽ ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ മാധുരയും ടീംസിനെയും കാണിക്കും. മാധുര ഒറ്റയ്ക്കല്ല, അവർ ഇത്രയും നാളും കളക്ട് ചെയ്ത ആ മോൺസ്റ്റേഴ്സ് അത് മുഴുവനുമായിട്ടാണ് മാധുര ഇപ്പൊ അവിടേക്ക് വരിക. ഇവിടെ ഹൊക്കാഗേന് ടെൻഷനായിട്ട് നറൂട്ടോ കുട്ടപ്പൻ അവൻ എവിടെ പോയി? അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കുട്ടപ്പനെ കാണിക്കും. അവനാണെങ്കിൽ ഓരോ ബാറ്റിൽ ഫീൽഡായി മാറി മാറി മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഒരു വിധത്തില് കില്ലർ ബി അവൻ കുട്ടപ്പനെ കണ്ടുപിടിച്ചു. കില്ലർ ബി കുട്ടപ്പനോട് ചോദിക്കും, ഞാനൊന്ന് അത്യാവശ്യമായിട്ട് ഒന്നിന് പോയതാണ്, ആ ഗ്യാപ്പില് നീ എങ്ങോട്ടാ പോയേ? അതിന് കുട്ടപ്പൻ പറയും, ഞാൻ എന്റെ ഓരോ ക്ലൗൺസിനെയും ഓരോ ബാറ്റിൽ ഫീൽഡിലേക്ക് അയക്കാൻ പോയതാണ്. എന്തായാലും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് മുൻപോട്ട് പോയി ഇതിനെല്ലാം കാരണക്കാരൻ ആ മെയിൻ വില്ലൻ അവനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ മുൻപോട്ട് ചാടി ഓടും. ഇവിടെ ചോച്ചിക്കാണെങ്കിൽ അങ്ങനെ നിന്ന് കാല് കഴിച്ചു. ചോച്ചി പറയും, എന്നെ കൊണ്ട് വയ്യ ഇനിയും ഇങ്ങനെ നിൽക്കാൻ. ഷിക്കമരു പറയും, ദയവ് ചെയ്ത് നീ ആ സർക്കിളിൽ നിന്ന് പുറത്തു പോവരുത്. ഈനോ ചോദിക്കും, നമുക്ക് നമ്മുടെ സീക്രട്സ് അത് പരസ്പരം പറഞ്ഞ് നമ്മൾ വൈറ്റ് സെറ്റ്സും അല്ല റിയൽ ആൾക്കാരാണെന്ന് കണ്ടെത്തിക്കൂടെ? അതൊരു നല്ല ഐഡിയ അല്ലേ? അതിന് ഷിക്കമരു പറയും, അതൊക്കെ ഒരുപാട് പേര് ഉപയോഗിച്ചതാണ്, പക്ഷെ ആ വൈറ്റ് സെറ്റ്സു അവനത് സിമ്പിളായിട്ട് പൊളിച്ചു കൊടുത്തു. ഇവരങ്ങനെ ഓരോ കാര്യങ്ങള് വളരെ കാര്യമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും നമ്മുടെ കുട്ടപ്പൻ അവൻ അവിടേക്ക് കറക്റ്റായിട്ട് എത്തുക. കുട്ടപ്പനെ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷത്തില് അവർ ശ്വാസം വലിച്ചു വിടും. ഡാണാണെങ്കിൽ ഇപ്പൊ കുട്ടപ്പനെ കണ്ട് ഷോക്കാവും. കാരണം നറൂട്ടോ കുട്ടപ്പനെ കാണാൻ ശരിക്കും നവാക്കിയെ പോലെ തന്നെയുണ്ട്. അപ്പൊ ഡാറുകി ആള് കൺഫ്യൂസ്ഡ് ആയിട്ട്, നിന്നെ റെയ്ക്കാക ഇവിടേക്ക് വരാൻ സമ്മതിച്ചോ? അതിന് നറൂട്ടോ പറയും, അതെ, ഞാൻ ഹൊക്കാഗെ ആന്റിയോട് സംസാരിച്ചു, അങ്ങനെ ആള് റെക്കമെൻഡ് ചെയ്ത് ബാറ്റിൽ ഫീൽഡിലേക്ക് ഞാനും കില്ലർ ബിയും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെത്തി. നറൂട്ടോ പതിയെ അവനിപ്പോ ആ ബാറ്റിൽ ഫീൽഡ് മുഴുവൻ അങ്ങനെ നടക്കാൻ ആരംഭിക്കും. എന്നിട്ട് ഏതോ ഒരുത്തനെ നോക്കി ഇപ്പൊ കൈ ചൂണ്ടും. കുട്ടപ്പൻ പറയും, ഇവ മാത്രമാണ് ഇവിടെ വൈറ്റ് സെറ്റ്സുമായി ബാക്കിയുള്ളത്, ബാക്കി എല്ലാവരും നോർമലാണ്, സോ എത്രയും പെട്ടെന്ന് അവനെ കൊല്ല്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ മെഡിക്കൽ കാപ്പ് ടീം കാണിക്കും. അവിടേക്ക് സ്റ്റോൺ വില്ലേജിലുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി ട്രീറ്റ്മെന്റിനായിട്ട് വരും. പക്ഷെ സെക്യൂരിറ്റി ആൾ അടിച്ചു പറയും, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ രണ്ടുപേരെയും ഇവിടേക്ക് കയറ്റില്ല, ഞങ്ങൾ എല്ലാവരും ഇപ്പൊ സർവൈലൻസിലാണ്. ആ ഒരു വില്ലൻ അവൻ ആരുടെ രൂപത്തിൽ വേണമെങ്കിലും ഇവിടേക്ക് എത്താം. പക്ഷെ സാക്കുറയ്ക്കാണെങ്കിൽ അവരുടെ നിസ്സഹായ അവസ്ഥ അത് കാണുമ്പോ ഒരുപാട് വിഷമാവും. സാക്കുറ സ്പെഷ്യൽ പെർമിഷൻ മേടിച്ച് അവർ രണ്ടുപേരെയും ഇപ്പൊ അകത്തേക്ക് വിളിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവർ രണ്ടുപേരും വൈറ്റ് സെറ്റ്സുകളാണ്. അവർ സാക്കുറെ അറ്റാക്ക് ചെയ്യാൻ അവളുടെ നേർക്ക് പാഞ്ഞെടുക്കും. പക്ഷെ അടുത്ത സെക്കൻഡ് നമ്മുടെ കുട്ടപ്പൻ അവൻ ചാടി വീണ് ആ രണ്ട് വൈറ്റ് സെറ്റ്സുകളെയും തകർത്ത് നിലം പരിശാക്കും. എന്നിട്ട് സാക്കുറയോട്, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? നീ ഓക്കെ അല്ലേ? അതിനവള് പറയും, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ ഹിനട്ടെ കാണിക്കും. അവളാണെങ്കിൽ ഒരു സ്റ്റോൺ വില്ലേജുകാരനുമായിട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. സ്റ്റോൺ വില്ലേജുകാരൻ ഇപ്പൊ ഹിനട്ടെ തല്ലി തല്ലി കൊല്ലുകയാണ്. അപ്പോഴായിരിക്കും എല്ലാവരും തിരിച്ചറിയുക അത് ഹിനട്ടയല്ല, മറിച്ചൊരു വൈറ്റ് സെറ്റ്സും ആണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് യഥാർത്ഥ ഹിനട്ടയെ തല്ലിക്കൊല്ലാൻ വമ്പ സ്ക്വാഡുകളുമായിട്ട് 3 വൈറ്റ് സെറ്റ്സുകള് അങ്ങനെ പാഞ്ഞെടുക്കും. കുട്ടപ്പൻ ചാടി വന്ന് ഒരൊറ്റ തൊഴിക്ക് അവരെ 3 പേരെയും
തെറിപ്പിച്ച് കളയും. കുട്ടപ്പനാണെങ്കിൽ അവന്റെ ക്ലൗൺസുകളെ ഉപയോഗിച്ച് ഓരോ ബാറ്റിൽ ഫീൽഡിലെയും വൈറ്റ് സെറ്റ്സുകളെ അവരെ കറക്റ്റായിട്ട് തിരിച്ചറിയാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ സെക്കൻഡ് ഫിജുകാകെ കാണിക്കും. ആളുടെ മുൻപിലേക്ക് വലിയൊരു കഫിൻ ബോക്സ് വരും. അതങ്ങനെ പൊട്ടിത്തെറിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ ഒരാൾ പുറത്തേക്ക് വരികയാണ്. സെക്കൻഡ് ഫിജുകാകെ ആള് ഷോക്കായിട്ട് ഇപ്പൊ അവനോട് പറയും, ഇപ്പൊ കഫിൻ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ആളോട് പറയും, ഈ ഒരു ഫൈറ്റില് നിന്നെ ഉപയോഗിക്കുമെന്ന് ഞാൻ തീരെ കരുതിയില്ല. അപ്പൊ അവൻ ചോദിക്കും, ഞാൻ റീആനിമേഷനിലൂടെ ആണല്ലേ ഇപ്പൊ തിരികെ എത്തിയത്. എനിക്കും ഇത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. അതേസമയം ഇവിടെ ഹിനട്ട, നെജി, ഷിക്കമരു അവർ 3 പേരും ഇപ്പൊ വമ്പൻ തർക്കത്തിലാണ്. കിബ പറയും, നറൂട്ടോ കുട്ടപ്പൻ അടിമുടി മാറി, അതുകൊണ്ടാണ് എനിക്ക് അവന്റെ സ്മെല്ല് പോലും തിരിച്ചറിയാൻ കഴിയാഞ്ഞത്. കുട്ടപ്പൻ ഇപ്പോ ആ പഴയ സ്മെല്ലില്ല. അതുപോലെ തന്നെ നെജി അവനും പറയും, കുട്ടപ്പന്റെ ചക്ര പവറിൽ എന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും വ്യാഹു കണ്ണുവെച്ച് ഒരുപാട് ചെക്ക് ചെയ്തിട്ടും എനിക്ക് കുട്ടപ്പനെ മനസ്സിലാവാതിരുന്നത്. അപ്പൊ നറൂട്ടോയെ കണ്ട് ഇപ്പൊ ഷിനോ അവൻ അവിടേക്ക് ഓടി വരും. ഷിനോ പറയും, നറൂട്ടോ അവനില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനും വലിയ അപകടത്തിൽ പെട്ടുപോയനെ. എന്നെയും നറൂട്ടോ ആണ് സേവ് ചെയ്തത്. നറൂട്ടോ പറയും, ഇതെന്റെ പുതിയ മോഡാണ്, ഇതുപയോഗിച്ചാണ് ഞാൻ ആ വൈറ്റ് സെറ്റ്സുവിനെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് മുഴുവൻ വില്ലന്മാരെയും ഞാൻ കണ്ടെത്തും. ഞാൻ വില്ലന്മാരെ തൊട്ട് കഴിഞ്ഞാൽ ഉടനെ അവരെല്ലാവരും മരമായി മാറും. നെജി പറയും, നിന്റെ ഈ പുതിയ പവർ അത് ഞാൻ കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. കിബ അവനിപ്പോ നറൂട്ടോയെ വളരെ ഘാതമായിട്ട് സ്മെല്ല് ചെയ്യാൻ തുടങ്ങും. ഐ ഗോട്ട് ഇറ്റ് നറൂട്ടോ, നിന്റെ പുതിയ സ്മെല്ല് അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് കുട്ടപ്പൻ്റെ അടുത്ത് നിൽക്കുകയാണ്. പക്ഷെ ഹിനട്ട അവൾക്ക് മാത്രം ഒരുപാട് വിഷമമാണ്. കാരണം കുട്ടപ്പനാണ് എല്ലായ്പ്പോഴും അവളുടെ ജീവൻ അത് സംരക്ഷിക്കുന്നത്. ഇതുവരെ എനിക്ക് എന്നെ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നോർത്ത് അവളിപ്പോൾ സങ്കടപ്പെടാൻ തുടങ്ങും. അതിന് നറൂട്ടോ പറയും, ഹിനട്ട നീ എന്നെ 2 തവണ ഓൾറെഡി രക്ഷിച്ചതാണ്. ഇത്തവണ ഇതെന്റെ ചാൻസ് ആണ്. ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരെയും ഞാൻ തന്നെ പ്രൊട്ടക്ട് ചെയ്യും. അത് ശരിക്കും പറഞ്ഞ എന്റെ കടമയാണ്. അതിന് ഹിനട്ട അവളിപ്പോ കുട്ടപ്പനോട് താങ്ക്സ് പറയും. അങ്ങനെ വീണ്ടും അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ അടുത്ത ബാറ്റിൽ ഫീൽഡിലേക്ക് പോവാണ്. കട്ട് ചെയ്ത ഇവിടെ സായ് അവൻ ഒരുപാട് നേരം എടുത്ത് അവന്റെ സീലിംഗ് ജിപ്സു അതിപ്പോ കംപ്ലീറ്റ് ചെയ്യും. സായി ആക്രമിക്കാനായിട്ട് ഒരുപാട് പേര് അവന് ചുറ്റും വരും. പക്ഷെ ലീ അവൻ റൊട്ടേഷൻ ഇട്ടിട്ട് അങ്ങനെ ചാടി വന്ന് ഓരോ വില്ലന്മാരെയായിട്ട് കറങ്ങി അടിച്ച് തെറിപ്പിക്കും. കക്കാഷി നിലവിളിച്ച് പറയും, സായി നിന്റെ സീലിംഗ് ജിപ്സ് ഉപയോഗിച്ച് ഈ ഫുക്കാഗുവെ ഇവനെ സീൽ ചെയ്യ്. അത് കേൾക്കേണ്ട താമസം അടുത്ത സെക്കൻഡിൽ തന്നെ ഇപ്പൊ സായി അവന്റെ സീലിംഗ് ജിപ്സ് ഉപയോഗിച്ച് ഫുക്കാഗുവെ സീൽ ചെയ്ത് കഴിഞ്ഞു. അത് കണ്ട് പേടിച്ച് ഇപ്പൊ ബാക്കി വില്ലന്മാര് അവര് 3 പേരും അവിടുന്ന് ഓടി രക്ഷപ്പെടും. അപ്പൊ അവര് കാണും റീഎൻഫോഴ്സ്മെന്റിന് ആ വൈറ്റ് സെറ്റ്സു ടീം അവരിപ്പോ സായിയെ ലക്ഷ്യമാക്കി അങ്ങനെ വരാണ്. ലീ പറയും, സായി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. നിനക്ക് ബാക്കപ്പായി നിനക്ക് ഫുൾ സപ്പോർട്ട് തരാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മുടെ കുട്ടപ്പൻ അവനിപ്പോ കറക്റ്റ് ടൈമിൽ അവിടേക്ക് എത്തും. കുട്ടപ്പനെ കണ്ടതും നമ്മുടെ ലീക്ക് അവന് ഭയങ്കര ആവേശാവും. കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ അവന്റെ വിൻ സ്റ്റൈൽ ഉപയോഗിച്ച് ഒരു ശുരീങ്കം ക്രിയേറ്റ് ചെയ്യും. കട്ട് ചെയ്ത ഇപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സില് ഈനോച്ച് പറയും, എല്ലാ ബാറ്റിൽ ഫീൽഡിലും ഇപ്പൊ കുട്ടപ്പൻ എത്തിക്കഴിഞ്ഞു. അവൻ ഓരോ ഭാഗത്തുള്ള നമ്മളുടെ എനിമികളെയും കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞ് അറ്റാക്ക് ചെയ്തു. നമ്മൾ ഏറ്റവും പേടിച്ചിരുന്ന ആ 5 കാഗാസ് അവർ 5 പേരെയും കുട്ടപ്പൻ സീൽ ചെയ്തു. ഇവിടെ നറൂട്ടോ ആണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ എല്ലാ ബാറ്റിൽ ഫീൽഡുകളിലും അവന്റെ ക്ലൗൺസുകൾ ഉപയോഗിച്ച് അറ്റാക്ക് നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഗാരയുടെ ബാറ്റിൽ ഫീൽഡ് അവിടെ കാണിക്കും. അവരാണെങ്കിൽ ദൂരത്തായി എന്തോ കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അത് മറ്റാരുമല്ല, അവർ ഓൾറെഡി സീൽ ചെയ്ത് വെച്ച ആ സെക്കൻഡ് ഫിജിക്കാകെ ആളിപ്പോ കൂളായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ഹോക്കാഗെ പറയും, അവന്റെ ബോഡിയെ 2ആയിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. അതവന്റെ സ്പെഷ്യൽ പവറാണ്. പക്ഷെ ഇപ്പൊ അവന്റെ ബോഡിയിൽ 50% പവർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പക്ഷെ അപ്പോഴായിരിക്കും യഥാർത്ഥ വമ്പൻ ട്വിസ്റ്റ് അവിടെ നടക്കുക. സെക്കൻഡ് ഫിജികാഗയുടെ തൊട്ടു പിന്നിലായിട്ട്
റിയൽ മാതുര ഉച്ചിക ആളിപ്പോ അവിടേക്ക് സ്ലോ മോഷനില് അങ്ങനെ നടന്നു വരും. അവനെ കണ്ട് എല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസായി അങ്ങനെ നിൽക്കും. അപ്പൊ ടെമരി കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതാണോ മാതുര ഉച്ചിക? അപ്പൊ മുഖത്ത് മാസ്ക് ഒക്കെ ഇട്ട് മാതുര എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നോണ്ടിരുന്ന ആ ഒരു വില്ലൻ അവൻ ശരിക്കും ആരാ? അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. മാസ്ക് വെച്ച ആ മാതുര അത് ശരിക്കും ആരാ? അവര് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി ഇപ്പൊ പരസ്പരം നോക്കും. പക്ഷെ അപ്പൂപ്പ ഹൊക്കാക ആൾ അടിച്ചു പറയും റിയൽ മാതുര അതിവൻ തന്നെയാണ്. ഇവനിപ്പോ റിയാനിമേഷനിലൂടെയാണ് ഇവിടേക്ക് വന്നത്. വളരെ ചെറുപ്പത്തില് ഞാൻ ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.